അച്ചോ എനിക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, അച്ഛൻ ഡോഗ്മാറ്റിക് തിയോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് പറയുന്നത് കൊണ്ട് ഇത് ബൈബിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ബിബ്ലിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇവിടെ വളരെയധികം ഉയർന്നു വന്നിട്ടുള്ള ഒരു, ഞങ്ങളുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ, കത്തോലിക്കരുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ വിഷയം തന്നെയാണത്. അതായത് മുമ്പൊരിക്കലും ഒരു അച്ഛൻ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന പോളിജെനിസം, അതായത് പല ആദമും അവയിൽ നിന്ന്, അല്ലെങ്കിൽ പല പാരൻസിൽ നിന്നാണ് നമ്മുടെ ജനറേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തതെന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മുടെ പല കത്തോലിക്കർക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ അതിനെ ഹൈലൈറ്റ് ചെയ്തത്, ഒന്ന് നമ്മുടെ ഈ പറയുന്ന പോപ്പ് പയോ 12-ാമൻ്റെ മാർപ്പാപ്പയുടെ ഹ്യൂമാനി ജനറിസ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ്. അപ്പൊ അതായത് അതിൻ്റെ അകത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കാരണം നോ കാത്തലിക് ക്യാൻ ഹോൾഡ് ദാറ്റ് ആഫ്റ്റർ ആദം there existed on exist earth true men who did not take their origin through natural generation from his as from the first parents of all. അപ്പോൾ ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഹ്യൂമാനി ജനറിസിന്റെ ഈ പർട്ടിക്കുലർ 37th പാരഗ്രാഫ് ആണെന്നോണെ അത് വെച്ചിട്ടാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള സ്കോപ്പ് നമുക്ക് ഇല്ല എന്ന് ചില കത്തോലിക്കർ വാദിച്ചത്. കാരണം അവർ ട്രഡീഷണലി ഇത് കാത്തലിക് ബിലീഫാണ്. അപ്പോൾ ഈ അച്ഛനത് പറഞ്ഞപ്പോൾ അത് വളരെ വിവാദമുണ്ടായി കത്തോലിക്കരുടെ ഇടയിൽ. പക്ഷെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ സഭാപരമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ അത് വേറെ ഇന്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷന്റെ 2004 ഡോക്യുമെന്റ് കമ്മ്യൂണിയൻ ആൻഡ് സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ചിട്ട് ആളൊക്കെ ആൾ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും കത്തോലിക്ക വിരുദ്ധമായിട്ടല്ല ഈ പറയുന്ന പോളിജെനിസം എന്നുള്ള വ്യൂ ഹോൾഡ് ചെയ്യുന്നത്. അത് അങ്ങനെ സഭ അതിന്റെ സാധ്യത വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരം പഴയ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിലുള്ള എൻസൈക്കിളുകളിലുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇത് ഒരു റെഗുലേഷൻ, അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻ ആയിരുന്നോ, അതായത് എക്കാലത്തേക്ക് നമുക്ക് ഇനി ഒരു ഓപ്ഷനേ ഇല്ല? എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നിങ്ങൾ ഈ ഡോക്യുമെന്റിൽ കാണുന്നത് ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പോളിജെനിസം എന്ന പൊസിഷൻ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സഭ തന്നിട്ടില്ല. കാരണം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്മയായ ഒറിജിനസിന് ഇൻഡിവിജ്വൽ ആദം, ഒരു മനുഷ്യ വ്യക്തി ചെയ്ത പാപത്തിൽ നിന്നാണ് എന്നുള്ളതിനെ വയലേറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. ഇനി അച്ഛൻ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഈ പോളിജെനിസം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ആശങ്ക ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ, ദൈവം ആദം ഹൗവ എന്ന രണ്ട് മനുഷ്യരെ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ആണ് സൃഷ്ടിച്ചത്. അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെയാണ് ഭൂവംശം മുഴുവനും വളർന്നു വന്നത് എന്ന് കരുതുന്നതാണ് യൂനിജെനിസം എന്ന് പറയുന്നത്. ഇനി പോളിജെനിസം എന്ന് പറഞ്ഞാൽ ധാരാളം മനുഷ്യർ ഒരുമിച്ചുണ്ടായി, വിവിധ വർഗ്ഗങ്ങളിൽ അങ്ങനെ പല വിധത്തിൽ മനസ്സിലാക്കാറുണ്ട്. ധാരാളം ആളുകൾ ഒരുമിച്ച് ജനിച്ചു, അഥവാ മനുഷ്യവംശമാണ് ജനിച്ചത് എന്ന് കരുതുന്ന ഒരു തിയോളജിക്കൽ ബ്രാഞ്ചും ഇതിനകത്തുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ, വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്, വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഈ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് എന്നാണ്. 2 വിവരണങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. അത് രണ്ടും 4 തരത്തിലുള്ള ഉൽപ്പത്തിയുടെ സോഴ്സുകളാണുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്, പ്രത്യേകിച്ച് ആദ്യത്തെ 10-12 പാരഗ്രാഫ് ചാപ്റ്റേഴ്സിനകത്ത് ഒരു 4 സോഴ്സസ് ഉപയോഗിക്കും നമ്മൾ കാണാൻ പറ്റും. ഡ്യൂട്രോണോമിക്കായിട്ട് സോഴ്സ് ഉണ്ട്, പ്രീസ്റ്റലി ഉണ്ട്, ലെവിറ്റിക്കസ് ഉണ്ട്. അങ്ങനെ 3-4 ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ക്രിയേഷൻ നരേറ്റീവ് ഉണ്ട്. ഒന്ന്, ദൈവം മനുഷ്യനെ സ്ത്രീ പുരുഷനായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവനെ കൈകൊണ്ട് മെനഞ്ഞ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ടിനകത്തും പറയുന്നത് ദൈവം ഇവിടെ പ്രിയമുള്ളവരെ, ഇത് തന്നെ ഒരു തെറ്റാണ്. കാരണം ആദ്യം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് ജനറലായിട്ട് പറഞ്ഞു. അതിനുശേഷം 2-ാം അധ്യായത്തിൽ അത് സ്പെസിഫിക് ആയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്. ആദ്യം ആദത്തെ പൂഴിയിൽ നിന്നുണ്ടാക്കി, പൂഴി എന്ന് പറഞ്ഞാൽ ലിവിൻ മാറ്ററോ നാച്ചുറൽ നിന്നുണ്ടാക്കി, ആദത്തിൻ്റെ ശരീരത്തെ ഉണ്ടാക്കി, അതിനുശേഷം ആദത്തിൻ്റെ ആത്മാവിനെ ദൈവം നേരിട്ട് ആ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ് പോകുന്നത്. അപ്പോൾ അത് ആദ്യം പറഞ്ഞ ജനറലായി സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച 6 ദിവസം കൊണ്ട് പറഞ്ഞ കാര്യത്തെ, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യത്തെ, പിന്നീട് മനുഷ്യ കേന്ദ്രീകൃതമായ വിശുദ്ധ ബൈബിളിനെ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ പറഞ്ഞ കാര്യമല്ല. ഇത് ജനറലായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് ആ ജനറൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു പോയിന്റിനെ സ്പെസിഫിക്കായി പറയുകയാണ് ചെയ്യുന്നത്. 2 പേരെ
സൃഷ്ടിച്ചു എന്നാണ്. ഒരിടത്ത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് പറയും ദൈവം ആദ്യം ആദത്തെ പൊടിയിൽ നിന്ന് എടുത്തു സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കും. ഇനി ഇത് സഭാപിതാക്കന്മാരൊക്കെ ഈ ആദത്തെ ഹൗവയെയും ആദത്തിൻ്റെ സന്തതി എന്ന അർത്ഥത്തിൽ മനുഷ്യരെ വിളിക്കും. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഒന്നാമത്തെ ആദം രണ്ടാമത്തെ ആദം എന്ന പരാമർശങ്ങൾ കാണും. ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ മറ്റൊരു മനുഷ്യൻ മൂലം എന്ന് പറയുന്നത് പോലെ ഒരു സിംഗിൾ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ആദത്തെക്കുറിച്ച് പറയും. ഇനി ഇതിനകത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയേണ്ടത്? ഇതിനകത്ത് ഇനിയാണ് അച്ഛൻ പോളിജനിസം എന്ന പൊസിഷൻ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ അച്ഛൻ സഭാപിതാക്കന്മാരുടെ വിശ്വാസത്തെ നേരിട്ട് തള്ളാതെ ഒരു പ്രത്യേക രീതിയിൽ തിയോളജിക്കൽ ആർഗ്യുമെൻറ്റിലൂടെ തള്ളുന്നതാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ ബൈബിളിനെ തന്നെ റെഫർ ചെയ്തുകൊണ്ട് വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ ആദം, കത്തോലിക്ക സഭയുടെ 12-ാം പീസ് മാർപ്പാപ്പയുടെ ആധുനിക കാലത്തെ ചാക്രിയ ലേഖനത്തിൽ 37-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിങ്ങൾക്ക് അനേകം മനുഷ്യ വ്യക്തികളുടെ പ്രതിനിധിയായിട്ട് വേണം ആദത്തെ കാണുമെന്ന് പറഞ്ഞ പൊസിഷനോ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ദ ഫെയ്ത്ത് കനോട്ട് എംബ്രാസ് ഒപ്പീനിയൻ വിച്ച് മെയിൻറ്റെയിൻ ഈതർ ആഫ്റ്റർ ആദം ദർ ഇസ് എക്സിസ്റ്റർ ഓൺ ദിസ് എർത്ത് ട്രൂ മെൻ ഹൂ ഡിഡ് നോട്ട് ടേക്ക് ദെയർ ഒറിജിൻ ത്രൂ ദ നാച്ചുറൽ ജനറേഷൻ ഓഫ് ഹിം ആസ് ഫ്രം ഫസ്റ്റ് പേരൻറ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേരൻറ്റ് എല്ലാവരും എന്ന് പറയുന്ന അവസ്ഥയിലും പറ്റില്ല. ആദം റെപ്രസെൻറ്റ് സേർട്ടൻ നമ്പർ ഓഫ് പേരൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരുടെ പറ്റില്ല എന്ന് പറയുന്നതിനെയും ഒരു കാരണവശാലും ഒരു കത്തോലിക്ക വിശ്വാസിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയും ഇത് എല്ലാ കാലത്തേക്കും വാലിഡ് ആയിരിക്കും, തെറ്റാവരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ മാർപ്പാപ്പ എഴുതിയ ഡോക്യുമെൻ്റ് ആയിരിക്കുകയും ചെയ്യുമ്പം ഇവിടെ പറയുകയാണ് അത് അന്നത്തെ കാലഘട്ടത്തിലെ ചില മനുഷ്യർക്ക് വേണ്ടി അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയതാണ്, ഇപ്പോൾ അതിന് വലിയ വിലയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോഹണം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഒരു 3-4 നൂറ്റാണ്ട് കഴിയുമ്പോൾ കുറേ തിയോളജൻസ് വന്നിട്ട് അത് തെറ്റാണെന്ന് പല ആർഗ്യുമെൻറ്റും വെച്ച് കഴിഞ്ഞാൽ അന്ന് സഭ അത് അന്നത്തെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്, ഇന്ന് നിങ്ങൾക്ക് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോഹണം ചെയ്തില്ല എന്ന് വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് തന്നെയാണ് ഈ അച്ഛൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഉമാനി ജനറലിസത്തിനകത്തൊക്കെ മാർപ്പാപ്പ പറയുന്ന വിഷയങ്ങൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ആദ്യത്തെ ചാപ്റ്ററുകൾ, ആദ്യത്തെ 12 ചാപ്റ്ററുകൾ, അബ്രാഹത്തിൻ്റെ വെളി വരെയുള്ള ഭാഗം മുഴുവനും അത് ഹിസ്റ്റോറിക്കൽ നരേറ്റീവും അല്ല, സയൻറ്റിഫിക് നരേറ്റീവും അല്ല, പകരം അതിനെ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്നാണ്. ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ചരിത്രാത്മക യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവയെ അല്പമൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെ അവയെ അവലംബമാക്കിക്കൊണ്ടോ ദൈവശാസ്ത്രം അവതരിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ചരിത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളുണ്ടാകാം, അംശങ്ങളുണ്ടാകാം, അതിൻ്റെ ഉപയോഗം നടന്നിട്ടുണ്ട്. എന്നാൽ ആ ചരിത്രം പറയുക എന്നുള്ളത് ആ നരേഷൻ്റെ ഉദ്ദേശവുമല്ല, പകരം അവയെ അവലംബിച്ചുകൊണ്ട് ഒരു തിയോളജിക്കൽ രഹസ്യം, ഒരു ദൈവിക രഹസ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളൂടെ കാണും ഈ മൊത്തം ആദ്യത്തെ ഉൽപ്പത്തിയുടെ ഭാഗത്ത്. ഇനി ഇതിനകത്ത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളുടെ കാര്യം എടുക്കാം. അവിടെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ആമുഖമാണ്. ഈ 12 അധ്യായങ്ങളും വിശുദ്ധ ആമുഖമാണ്. ഈ ദൈവത്തിൻ്റെ മനുഷ്യനെയും പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി ചരിത്രത്തിൻ്റെ ഒരു ആമുഖമാണ്. അഥവാ മനുഷ്യൻ അബ്രഹാത്തെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അബ്രഹാം എവിടെ നിന്ന് വന്നു, ആരാണ് ഈ വിളിച്ചയാൾ എന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് തുടക്കത്തിൽ ഒരു ആമുഖം പോലെ ഒരു പ്രതീകാത്മക വിവരണം കൊടുക്കുന്നതാണ്. മനുഷ്യവംശത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു പ്രതീകാത്മക വിവരണം. അവിടുത്തെ ഫോക്കസ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ക്യാരക്ടറാണ്, നേച്ചറാണ് അവിടുത്തെ ഫോക്കസ്, സൃഷ്ടിച്ച വിധമല്ല. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ്, പൊടി കൊണ്ടാണോ കളിമണ്ണ് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചാണോ സെല്ലുകൾ വാരിക്കൂട്ടിയിട്ടാണോ എന്നത് അവിടുത്തെ ചർച്ചാ വിഷയമേ അല്ല.
എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയമല്ലാതാകുന്നത്? പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ടല്ല, അത് കണ്ടുപിടിക്കാൻ ദൈവം, അഥവാ അത് സൃഷ്ടിച്ച വിധം ദൈവം എഴുതിയിരിക്കുന്ന ഇടമുണ്ട്. ആ ഇടമാണ് ഒരാളുടെ ബ്രെയിൻ. അതാണ് ഒരാളുടെ ബ്രെയിൻ. അത് വെച്ചാൽ മനുഷ്യവംശത്തിന് നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവൻ അന്വേഷിക്കാനും അവന് കണ്ടെത്താനും അവൻ ഉൾപ്പെടുന്ന മനുഷ്യവംശത്തെ പരിശീലിപ്പിക്കാനുമുള്ള സാധ്യത ദൈവം ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സയൻസിനെ ദൈവം തള്ളിക്കളയുന്നു എന്നല്ല, സയൻസും സയൻറ്റിഫിക് എൻക്വയറികളും ദൈവം മനുഷ്യൻ്റെ ബ്രെയിനിന് വിട്ടിരിക്കുന്നു, അഥവാ അവൻ്റെ പഠനത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് ഈ ആദ്യ ഭാഗം എഴുതിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥവും സയൻസും തമ്മിലുള്ള അകലം എന്താണ്? നമുക്ക് മറ്റു ചോദ്യങ്ങൾക്ക് ഇത് ആവശ്യം വരും, അതുകൊണ്ട് ഞാനൊരു വാക്കിനെ കുറിച്ച് പറയുന്നത്. അകലം എന്താണെന്ന് ചോദിച്ചാൽ, സയൻസ് ഹൗ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്തിന് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ലോകങ്ങളാണെന്ന് കരുതേണ്ടതില്ല. അഥവാ ദൈവിക രഹസ്യങ്ങളുടെ പഠനത്തിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് സയൻസും വിശുദ്ധ ഗ്രന്ഥവും എന്ന് പറയുന്നതിനകത്തും വലിയ തെറ്റൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൊരു ഉദാഹരണം പറഞ്ഞ പിടികിട്ടും. ഉദാഹരണത്തിന്, ലോകത്തിൽ വാച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലയെന്ന് വിചാരിക്കുക. ആരുടെയും കയ്യിൽ ആരും കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ശരിയായ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാ സത്യങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു സയൻറ്റിഫിക് എംപിരിക്കലി പ്രൂവ് ചെയ്ത വ്യക്തമായ ഒരു സത്യം ദൈവത്തിൽ നിന്നാണ്, ദൈവികമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെയുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം പൂർണ്ണമായും സത്യമാണെന്ന് പറയുന്ന ദൈവിക വെളിപാടുകളാണോ, സഭയുടെ മെജിസ്റ്റീരിയത്തിൻ്റെ അപ്പസ്തോലിക ടീച്ചിങ് ആണോ, അതോ സയൻസിൻ്റെ കണ്ടെത്തലുകൾ, തിയറികളാണോ ഇമ്പോർട്ടൻ്റ് എന്നൊരു പ്രശ്നം വരും. ഇതിപ്പോൾ തുല്യമായി വരികയാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ വളരെ വിശദമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഞാൻ തൽക്കാലം അഡ്രസ്സ് ചെയ്യുന്നില്ല. വായിച്ചൊരു സാധനം കണ്ടിട്ടേ. അപ്പോൾ ആ സമയത്ത് ഇതിന് പ്രിയമുള്ളവരെ, സഭ ഇതിനെല്ലാം കൃത്യമായ മറുപടി സഭ തൻ്റെ ചാക്രിക ലേഖനത്തിലുള്ള മിനിസ്ട്രിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹ്യൂമാനി ജെനിസിസ് എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ അത് നിങ്ങളെല്ലാം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു ഇതാണ്. കാരണം ആധുനിക കാലത്ത് വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചികൾ പല തന്ത്രങ്ങളുമായി നമ്മളെ വഴിതെറ്റിക്കാൻ ഇടയുള്ളതുകൊണ്ട് നമ്മൾ ഇത്തരം ആളുകളുടെ കാപട്യത്തെ തിരിച്ചറിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സഭ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാനൊന്ന് വായിക്കാം. 35. It means for us now to speak about those questions which, although they pertain to the positive science, are nevertheless more or less connected with the true of the Christian faith. In fact, not a few insistently demand that Catholic religion take this science into account as such possible. This certain would be praiseworthy in the case of clearly proved fact. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് സയൻറ്റിഫിക് കണ്ടെത്തലുകളെ വളരെയധികം അക്കൗണ്ടബിളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ടീച്ചിങ്, ഡിവൈൻ റെവല്യൂഷനെ പഠിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേയൊക്കെ പ്രസക്തികളുണ്ട്. ഈ പ്രസക്തികൾ എങ്ങനെയുള്ള കാര്യത്തിലാണ്? പരിപൂർണമായി സംശയരഹിതമായി പ്രൂവ് ചെയ്ത ഫാക്റ്റുകൾ ആണെന്നാണ് പറയുന്നത്. ബട്ട് certain must be used. There is rather question of hypothesis ഹാവിങ് സം സോർട്ട് ഓഫ് സയൻറ്റിഫിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ചില തിയറികൾ. ഇപ്പോൾ പരിണാമ സിദ്ധാന്തം ഒരു തിയറിയാണ്, 100% എംപിരിക്കലി പ്രൂവ് ചെയ്തതൊന്നുമല്ല. ഹൈപ്പോത്തസിസ് ഉണ്ട് അതിനകത്ത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിയുടെ ബലം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒന്നും in which the doctrine contained sacred scripture or in the tradition involved in such a conjunction opinion are directly or indirectly opposed the doctrine revealed by the God, then the demand that they be recognized can in no way to admit. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ റിവീൽഡ് ഡോക്ട്രിനെ അല്ലെങ്കിൽ റിവീൽഡ് ദൈവിക വെളിപാടുകളെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് കണ്ടെത്തലുകളെ ഒരു തരത്തിലും അഡ്മിറ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല അഡ്മിറ്റ് ചെയ്യാനെന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളിത് 35 ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക. വഴിയിൽ കടന്ന് ഇങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു എന്ന് സങ്കല്പിക്കുക. ഒരു വാച്ച് ഒരാളുകൾക്ക് കിട്ടി.
അപ്പോൾ ഇവർ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പരന്ന സ്ഥലം, അതിനകത്ത് എന്തോ ഒരു സാധനം കിടന്ന് കറങ്ങുന്നു, മുകളിൽ ഒരു ചില്ലൊക്കെ ഇരിക്കുന്നു, ഒരു വള്ളിയൊക്കെ ഉണ്ട്, ഇതെന്താണ് സംഭവം എന്ന് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ 2 തരത്തിലുള്ള എന്താ പറയുക മാനുവൽ എന്ന് പറയുന്നത്, നമ്മൾ ഫോണൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പേപ്പറുകളൊക്കെ എൻ്റെ കൂടെ കിട്ടില്ലേ, അങ്ങനത്തെ 2 തരം മാനുവലിന് സാധ്യതയുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഒന്ന്, ഈ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നെഴുതിയ മാനുവൽ എന്ന് പറഞ്ഞാൽ ഇതിലുപയോഗിച്ച ടെക്നോളജി എന്താണ്, ഇതിൻ്റെ പവർ സോഴ്സ് എന്താണ്, ഇതിൻ്റെ പൽച്ചക്രങ്ങളുടെ വലിപ്പം, എന്ത് തരത്തിൽ ഇത് കറങ്ങുന്നു, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ്, അതിന് സാധ്യതയുണ്ട്. ഇനി മറുവശത്ത് മറ്റൊരു ഡോക്യുമെൻ്റ് തരാവുന്നതാണ്. ആ ഡോക്യുമെൻ്റ് ഇതെന്താണ് എന്ന് പറയുന്നതാണ്. അഥവാ ഈ സാധനം എന്തിനുള്ളതാണ്? സമയം നോക്കാനുള്ളതാണ്. ലോകത്തിൽ സമയം എന്നൊരു കാര്യമുണ്ട്, അത് പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ ഡിവൈഡ് ചെയ്ത് മുറിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഡോക്യുമെൻ്റ് സാധ്യതയുണ്ട്. സത്യത്തിൽ നമുക്കിതിന് ഏതാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ എൻ്റെ സിമ്പിൾ ഉത്തരം എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് ഇതെന്തിനുള്ളതാണ് എന്നതാണ്. അതറിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയാനോ വലിയ പാടൊന്നുമില്ല. അതൊരാൾ അല്ലെ ബുദ്ധിയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നാൽ തുറന്നു നോക്കിയാൽ മതി, അഴിച്ചു പണിതാൽ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിയാൻ പറ്റും. അപ്പോൾ ദൈവം സൃഷ്ടിക്കകത്ത് ഈ ഉദാഹരണത്തിൽ ഒരു പ്രശ്നം, പ്രിയമുള്ള ആളുകളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ തന്നെ മനുഷ്യനെ എങ്ങനെയാണ് പോളിജെനിസം, മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു കൂട്ടം മനുഷ്യർ പരിണമിച്ചു വന്നതാണോ, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ മനുഷ്യക്കുരങ്ങൾ പരിണമിച്ച് മനുഷ്യനായതാണോ, ഒരു സമൂഹം പരിണമിച്ചതാണോ, അതോ ഒരു മനുഷ്യൻ ദൈവം പരിണമിച്ച് കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, പോളിജെനിസം എന്ന വിഷയം എന്തിനു വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് എടുത്തു കഴിഞ്ഞാൽ പോലും ഇവിടെ വിശ്വാസത്തെ ബാധിക്കും. കാരണം ആദമെന്ന ഒരു വ്യക്തി ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപത്തിന് കാരണം, പാപത്തിൻ്റെ അടിമത്തിൻ്റെ കാരണമെന്ന കത്തോലിക്ക ഡോക്മയാണ് വയലേറ്റ് ചെയ്യുന്നത്. ഡോക്മ എന്ന് പറയുന്നത് വിശ്വാസ സത്യമാണ്. വിശ്വാസ സത്യത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒരു കത്തോലിക്ക വിശ്വാസിക്കില്ല. അത് ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഒരു തരത്തിലും കത്തോലിക്ക ഡോക്മകൾക്കെതിരെ ഒരു തിയോളജിക്കൽ ആർഗ്യുമെൻ്റ് വെക്കാൻ പോലുമുള്ള അവകാശം കത്തോലിക്ക വിശ്വാസിക്കില്ല. തിയോളജിക്കൽ ഡിസ്കഷൻ നടത്താൻ പോലുള്ള അവകാശമില്ല. അത് എന്ത് ചെയ്യണം? അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് മാത്രമേ കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. വിശ്വാസത്തിൽ വഴിതെറ്റാൻ കെടാവിളക്കുകൾ എന്നാണ് കത്തോലിക്ക സഭ CCCയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസ സത്യത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അസന്നിഗ്ധമായി ചലഞ്ച് ചെയ്തുകൊണ്ട് പുതിയ ആർഗ്യുമെൻ്റ് വെക്കുന്നത്. ഇതിനുള്ള അധികാരം അനുസരണ വ്രതമുള്ള ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഉണ്ടോ, ഒരു വൈദികൻ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കത്തോലിക്ക വിശ്വാസിക്കുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛൻ ചെയ്യുന്നത് എന്താണ്? ഒരു കത്തോലിക്ക വിശ്വാസിയുടെ രക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള വളരെ ഗൗരവമേറിയ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡിസ്കഷൻ ലോഞ്ചിലിരിക്കുന്ന കത്തോലിക്കരെന്ന് അവകാശപ്പെടുന്ന ഇവന്മാർ പോളിജെനിസം കോട്ടിട്ട പൊട്ടൻ 3G എന്ന് പറഞ്ഞുകൊണ്ട് പോളാർമർമൻ മാർപ്പാപ്പയെ തന്നെ 3G ആക്കിയത്, കത്തോലിക്ക സഭയുടെ മജിസ്ട്രേറ്റത്തെ 3G ആക്കിയത്. ഇവർ ഓൾറെഡി തന്നെ നശിച്ചു പോയ ആളുകളാണ്. 100% കത്തോലിക്ക വിശ്വാസത്തിനെതിരെ ചിന്തിക്കുകയും ക്രിസ്ത്യാനിറ്റിയുടെ പാട്ടുമൂല യഹോവ പിശാചാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഗ്രൂപ്പിൻ്റെ പാർട്ടായ ആളുകളാണ് ഇവരെല്ലാം. എന്നാൽ ഇവർ കത്തോലിക്കരാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ഇവർ അനേകം വിശ്വാസികളെയാണ് കത്തോലിക്ക സഭയുടെ ഡോക്മകൾ, ഫണ്ടമെൻ്റൽ ഡോക്മകൾക്കെതിരെ തിരിക്കുന്നത്. ഇതിനാണ് ഈ വൈദികൻ കൂട്ടുനിൽക്കുന്നത് എന്ന് വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഫാദർ അരുൺ കളമറ്റത്തിൽ ഈ ഒരു പുസ്തകം താങ്കൾക്ക് വായിക്കാൻ, സീറോ മലബാർ സഭയുടെ സുവിശേഷ പ്രഘോഷണ മാർഗരേഖ, ഇതുമായി ബന്ധപ്പെട്ട രക്ഷകൻ്റെ മിഷൻ എന്ന് പറഞ്ഞ ചാക്രി ലേഖനം, ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ പഠിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട് ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന താങ്കളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ ഇടപെടണമെന്ന് താങ്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുർബലനായ ഒരുവന് പാപകാരണമാകുന്നതിനേക്കാൾ ഭേദം കഴുത്തിൽ തിരുകല്ല് കെട്ടി താക്കുന്നതാണെന്ന് പറയുമ്പോൾ ഈ ഡിസ്കഷൻ ലോഞ്ചിലിരുന്ന് ഞങ്ങളൊക്കെ കത്തോലിക്ക വിശ്വാസത്തെയും പോളോറൻ മാർപ്പാപ്പയുടെ ടീച്ചിങ്ങിനെയും ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അരയുന്ന അല്ലെങ്കിൽ പുറത്തുമ്പോൾ കോട്ടിട്ട പൊട്ടനെന്ന് വിളിക്കുന്ന എന്നെ 3G ആക്കി എന്നും പറഞ്ഞുകൊണ്ട് എന്നെയല്ല നിങ്ങൾ 3G ആക്കുന്നത്. കേരളത്തിലെ മലയാളം അറിയാവുന്ന കത്തോലിക്കരായ ഇത്തരം കാര്യങ്ങളിൽ ആഴമേറിയ ബോധ്യങ്ങളില്ലാത്ത
അനേകം വിശ്വാസികളെയാണ് നിങ്ങൾ കത്തോലിക്ക ഡോഗ്മയിൽ നിന്ന് അകറ്റുന്നത് നിങ്ങളുടെ ഈ ടോക്ക് മൂലമെന്ന് ബഹുമാനപ്പെട്ട അരുൺ കളമറ്റത്തിൽ അച്ഛൻ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ താങ്കൾ ഈ ആത്മാക്കളുടെ എല്ലാം കണക്ക് കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പോലും പറ്റത്തില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. സൃഷ്ടിയുടെ റൂട്ട് കോസിൽ പോലും മനുഷ്യനെ പങ്കാളിയാക്കി. അതായത് സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യത മനുഷ്യൻ്റെ ബ്രെയിനിൽ തന്നെ ദൈവം അവിടെ തുറന്നിട്ടു. ഇനി രണ്ടാമത്, എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചത് നിന്നെ എന്നത് അവിടുന്ന് നേരെ പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം മനസ്സിലായില്ലെങ്കിൽ നമ്മളതിനെ ചുമ്മാ സയൻസിൻ്റെ വിശദീകരണമായിട്ട് കണക്കാക്കാൻ തുടങ്ങും. പകരം ദൈവം എന്തിനാണ് സൃഷ്ടിച്ചതെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് പ്രതീകാത്മകമായാണ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് കുഴച്ചെടുത്തു. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഹീസ് എ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്. അവൻ ഈ മണ്ണിൻ്റെയും കൂടെയാണ്. പക്ഷേ വെറുതെ മണ്ണിൽ കിടന്നതല്ല, ദൈവം അവനെ എടുത്തു, പൊടിയിൽ നിന്നെടുത്തു, അവനെ രൂപപ്പെടുത്തി. അടുത്തൊരു എലമെന്റ് ഞാൻ കുറച്ചൊരു ഉദാഹരണം പറയുന്നതോടെ, പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കുറേ മണ്ണ് കിടക്കാം, അല്ലെങ്കിൽ ഒരു കളിമണ്ണിൻ്റെ കുറച്ച് ഒരു ബക്കറ്റ് കളിമണ്ണ് ഇരിക്കുകയാണ്. അതിനകത്തൊരു ഒരു ഉണ്ടാക്കാൻ, ഒരു രാജകുമാരിയെ ഉണ്ടാക്കാൻ ഒരു ശില്പി തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ എന്നിട്ട് അതിനെടുത്തിട്ട് അതിനെ ഇങ്ങനെ രൂപപ്പെടുത്തി ഒരു മാലാഖയെ ഉണ്ടാക്കുന്നു. നോക്കുക എന്താണ് അപ്പം ശരിക്കും അപ്പം ഈ മാലാഖ എവിടെയായിരുന്നു അതുവരെ? അതാ ശില്പിയുടെ ഹൃദയത്തിലായിരുന്നു. ദൈവം ആ ഇമേജറി ഉപയോഗിച്ചിട്ട് പറയാണ്, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നീ എൻ്റെ ഹൃദയത്തിലായിരുന്നു. സത്യത്തിൽ ഞാൻ നിന്നെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നീ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒരു ശില്പി ശ്രദ്ധാപൂർവം ഓരോ ഭാഗവും നിർമ്മിക്കുന്നത് പോലെ ആണ് സൃഷ്ടിക്കുന്നത്. എന്താണ് ഈ ശില്പി സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം? അതിനെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കൊച്ചു വന്നിട്ട്, അയ്യേ ഇതിൻ്റെ കൈ എന്തിനാ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു, അതിൻ്റെ കൈ അങ്ങ് ഓടിച്ചു എന്ന് വിചാരിച്ചു. നമ്മളെന്ത് ചെയ്യും? നമ്മളതിനെ തല്ലി ഓടിക്കും. കൊച്ചാണോ വലുത്, ഒരു കഷ്ണം കളിമണ്ണാണോ വലുത് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ സമ്മതിക്കുകയല്ല. കാരണം എന്താണ്? കാരണം അത് ശില്പിയുടെ ആത്മാവിഷ്കാരമാണ്. അഥവാ ശില്പിയുടെ ആത്മാവിലുള്ള ആ യാഥാർത്ഥ്യത്തെ ശില്പി മണ്ണിലോ കല്ലിലോ ആവിഷ്കരിക്കുന്നതാണ് അവൻ്റെ ശില്പം. അതുകൊണ്ട് അവൻ അതിനോടൊരു ആത്മബന്ധമുണ്ട്. അവൻ അതിനെ തന്നെ പോലെയാണ് കരുതുന്നത് എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് സൃഷ്ടി വിവരണത്തിൻ്റെ ഏക ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ സൃഷ്ടിച്ചത് എങ്ങനെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ മേൽ, അഥവാ ഖുറാനെ കാണുന്ന പോലെയാണ് കാണുന്നതെങ്കിൽ നമുക്കതിൻ്റെ മേൽ ഒരു ചർച്ചയും നടത്താനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഹവയുണ്ട്, ഒരു ചേട്ടനും ചേച്ചിനും ദൈവം സൃഷ്ടിച്ചു, അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാനെ. ഇനി എന്താണ് ഈ ആദം ഹവ എന്ന് പറഞ്ഞാൽ? ആദമ എന്ന് പറഞ്ഞാൽ പൊടി എന്നേ അർത്ഥമുള്ളൂ. അതൊരു പുരുഷ സംജ്ഞയാണ്. അപ്പൊ ആദമായിൽ നിന്നുള്ളവൻ, മലയാളത്തിൽ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞാൽ പൊടിയിൽ നിന്നുള്ളവൻ എന്നൊക്കെ പറയുന്ന ഒരു പുരുഷ സംജ്ഞയാണ്. അതിൻ്റെ അർത്ഥം പുരുഷൻ, പൊടിയുമായി ബന്ധമുള്ള പുരുഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഹവ, ഈവ് എന്ന് പറഞ്ഞാലോ? മലയാളം ബൈബിളിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. സ്ത്രീ എന്ന അർത്ഥമുള്ള ഹവ എന്നവൾ വിളിക്കപ്പെടും. ഹവ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ ലിറ്ററലി നോക്കിയാൽ പോലും ദൈവം ആദിയിൽ പുരുഷനെയും സ്ത്രീയെയും, ആദം എന്ന പൊടിയിൽ നിന്നെടുത്തവനെയും സ്ത്രീ എന്ന സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പുരുഷനെയും സൃഷ്ടിച്ചു, സ്ത്രീയെയും സൃഷ്ടിച്ചു, അങ്ങനെ ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതിനെ സഭാപിതാക്കന്മാരുടെ രചനകളിലും മറ്റിന്നു വരെയുള്ള രചനകളിലും ഒക്കെ ആദം, ഇപ്പം സഭാപിതാക്കന്മാരിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ലേഖനങ്ങൾക്കകത്ത് ഒക്കെ ആദത്തെ ഒരു വ്യക്തിയായി, ആദ്യ പിതാവായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടർത്ഥത്തിലുമാകാം. ഒന്ന് സിംബോളിക്കായിട്ടാവാം, അല്ലെങ്കിൽ മനുഷ്യ ഉൽപ്പത്തിയിലെ ആരൊക്കെയാണോ അവര് എന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിക്കാം. കണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊരു ഡേഞ്ചറാണ് ഈ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളിതൊന്ന് ഇത് ഇങ്ങനെ ഉപയോഗിക്കാമോ? അങ്ങനെ ഒരു കാരണവശാലും where there is a question, another condition opinion, namely polygenism, these children of the church by no means enjoy such liberty എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ അത് സഭയുടെ ഡോക്മയെ വയലേറ്റ് ചെയ്യുന്നു.
the proceed from a sin actually committed by individual Adam which took the generation is passed to all of this everyone has on എന്ന അസന്നിഗ്ധമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുമ്പോൾ തെറ്റാവരമുള്ള പരിശുദ്ധാത്മ നിവേശിതമായ ഒരു ഡോക്യുമെൻറ്റിലൂടെ മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ ഇതിനും വിരുദ്ധമായി വിശ്വസിക്കാമെന്ന് അച്ഛൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. ഇത് പറയാനുള്ള റൈറ്റ് അച്ഛനുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഒരിക്കലും കൂടെ നിങ്ങൾ കേട്ടോളൂ. സ്ത്രീ എന്ന സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധഗ്രന്ഥം പുരുഷനെയും സൃഷ്ടിച്ചു, സ്ത്രീയെയും സൃഷ്ടിച്ചു, അങ്ങനെ ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതിനെ സഭാപിതാക്കന്മാരുടെ രചനകളിലും മറ്റിന്നു വരെയുള്ള രചനകളിലുമൊക്കെ ആദം, ഇപ്പം സഭാപിതാക്കന്മാരിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ലേഖനങ്ങൾക്കകത്ത് ഒക്കെ ആദത്തെ ഒരു വ്യക്തിയായി, ആദ്യ പിതാവായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടർത്ഥത്തിലുമാകാം. ഒന്ന് സിംബോളിക്കായിട്ടാവാം, അല്ലെങ്കിൽ മനുഷ്യ ഉൽപ്പത്തിയിലെ ആരൊക്കെയാണോ അവർ എന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിക്കുന്നത് ആരെ എന്നല്ല അവരുദ്ദേശിക്കുന്നത്. പകരം മനുഷ്യ ഉൽപ്പത്തിയിലെ പാപത്തിൻ്റെ സ്വാധീനം, അവനിൽ പ്രവേശിച്ച അവൻ്റെ ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗത്തിനുള്ള സാധ്യതകൾ, അവന് ആവശ്യമായി വന്ന രക്ഷ തുടങ്ങിയ വിഷയങ്ങളാണ് അവിടുത്തെ ഫോക്കസ് മുഴുവനും. അപ്പം അതുകൊണ്ട് അവിടെ പ്രിയമുള്ളവരെ, ഇവിടുത്തെയാണ് പ്രശ്നം. ഒരു കൂട്ടം മനുഷ്യരുടെ പ്രതിനിധിയാണ് ആദം എന്ന് പറയുമ്പോൾ, ഒരു കൂട്ടം മനുഷ്യർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് മനുഷ്യർ മുഴുവൻ പിശാചിൻ്റെ അടിമയായെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പം വിശുദ്ധ ബൈബിളിൻ്റെ നറേഷനിൽ നിന്നും എത്ര അകലത്തേക്ക് പോയി. മനുഷ്യൻ മുഴുവൻ പാപത്തിൻ്റെ അടിമയായി എന്ന് പറഞ്ഞ് കത്തോലിക്ക ഡോക്മ അനുസരിച്ച് ഇൻഡിവിജ്വൽ ആഡം വിച്ച് ത്രൂ ജനറേഷൻ ഈസ് പാസ്ഡ് ടു ഓൺ ഓൾ എവരി വൺ ആസ് ഹിസ് ഓൺ എന്ന് പറഞ്ഞാൽ തിന്മയുടെ അടിമത്തത്തിലേക്ക് ഇൻഡിവിജ്വൽ ആദം എന്താണ്? ഒന്നും കൂടെ ഞാൻ വയ്ക്കും. ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച് പ്രൊസീഡ് വിത്ത് ഗാഡ് ടു ദ ഒറിജിനൽ സിൻ വിച്ച് പ്രൊസീഡ് ഫ്രം എ സിൻ ആക്ച്വലി കമ്മിറ്റഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആദം. ഒരൊറ്റ വ്യക്തി എന്ന ആദം ചെയ്തതിലൂടെയാണ് ഈ ഒറിജിനൽ സിൻ നമ്മളിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, സഭ അങ്ങനെ തന്നെ പറയണമെന്നൊക്കെ അസന്നിഗ്ധമായി പറയുമ്പോൾ അച്ഛൻ പറയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇതൊക്കെ തിയോളജിക്കലി തന്നെ വിള്ളലുകൾ ഉണ്ടാക്കും. സഭയുടെ ഓരോ ടീച്ചിങ് നിങ്ങൾ മനസ്സിലാക്കുക. കത്തോലിക്ക തിയോളജി 2000 വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ വരുന്ന കത്തോലിക്ക തിയോളജി മുന്നിൽ ലോകത്തിൽ ഒരു ദൈവശാസ്ത്രജ്ഞനും പിടിച്ചു വെക്കാൻ പറ്റില്ല, ഒരു പ്രൊട്ടസ്റ്റന്റുകാരനും പിടിച്ചു വെക്കാൻ പറ്റില്ല. എന്നാൽ ആ തിയോളജിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ പൊളിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ത്രാത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ വൈദികനൊക്കെ ഇതുപോലെയുള്ള തെറ്റായ വിവരക്കേട് എന്നതിനേക്കാൾ വളരെ തെറ്റായ തിയോളജിക്കൽ ആർഗ്യുമെൻറ്റുകൾ വിശ്വാസികളിലേക്ക് നൽകുമ്പോൾ എത്ര ആത്മാക്കളാണ് നഷ്ടപ്പെട്ടു പോകുക പ്രിയമുള്ളവരെ? ലിറ്ററലി കൃത്യമായി പറഞ്ഞാൽ, വളരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിന് അതിൽ തന്നെ ഏത് തരത്തിലാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തിൽ മുഴുവനും ചിലരൊക്കെ പറയുന്നത് പോലെ മനുഷ്യവംശം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായിട്ട് ഉയർന്നു വരികയായിരുന്നു, അതോ ദൈവം ആദ്യം 2 പേരെ നേരിട്ട് സൃഷ്ടിച്ചിട്ട് അവരുടെ സന്തതികളാകാൻ ആണോ ഉദ്ദേശിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട കാര്യവുമില്ല. ഇനി വിശുദ്ധ ഗ്രന്ഥം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പുസ്തക മതക്കാരല്ല എന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ. നമ്മൾ സഭാവിശ്വാസികളാണ്. സഭ അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സഭ ഇവിടെ പറഞ്ഞിരിക്കുന്നു, CCC പറഞ്ഞിരിക്കുന്നു, സഭയുടെ പല ഡോക്യുമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, സഭാ പിതാക്കന്മാർ മൊത്തം പറഞ്ഞിട്ടുണ്ട്, സഭ തന്ന ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ആർഗ്യുമെൻ്റ് വെക്കാൻ വളരെ മാന്യമായിട്ടും മര്യാദയിലും വിശുദ്ധ ഗ്രന്ഥത്തെ കൂട്ടുപിടിക്കുന്നു, പല ആർഗ്യുമെൻറ്റുകളെയും കൂട്ടുപിടിച്ച് താങ്കളുടെ സഭാവിരുദ്ധമായ ഡോക്മാവിരുദ്ധമായ ആർഗ്യുമെൻ്റ് സ്ഥാപിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അച്ഛ തിരുത്തുക. ഇതൊരു ഏറ്റവും വലിയ ബീബൽസ പൈശാചിക തന്ത്രമാണ് എന്ന് താങ്കൾ അറിയുക. ഉന്നത ഇടങ്ങളിൽ വസിക്കുന്ന, വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചുക്കൾ ചെയ്യുന്ന ഒരു പണിയാണിത്. എന്താണ്? തങ്ങളുടെ ദൈവവചന വിരുദ്ധമായ സഭാ പ്രബോധനത്തിന് 2000 വർഷത്തെ അപ്പസ്തോലിക ടീച്ചിങ്ങിന് വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സഭയുടെ പ്രബോധനങ്ങളെയും ബൈബിളിനെ തന്നെ കൂട്ടുപിടിച്ച് തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു എന്ന് കരുതുക. ജിജ്ഞാസ ഉണ്ടാകും. അതിൻ്റെ സൊല്യൂഷൻ സ്റ്റഡീസാണ്. കൃത്യമായി പറഞ്ഞാൽ ആന്ത്രപ്പോളജിക്കൽ, ബയോളജിക്കൽ സ്റ്റഡീസാണ്. അതിൻ്റെ വേൾഡ് എപ്പോഴും ഓപ്പൺ ആണ്.
എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം അസന്നിഗ്ധമായി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യതയും വളരെ പരിമിതമാണ്, സാധ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം അതിന് ദൃക്സാക്ഷികളില്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കാണ്. എന്നാലും മനുഷ്യനെ എങ്ങനെയാണ് അവൻ രൂപപ്പെട്ടു വന്നത് എന്ന് സയൻസിന് അസന്നിഗ്ധമായി കണ്ടുപിടിക്കാൻ കഴിയുകയാണെന്ന് കരുതുക. എന്ന് പറയുന്ന ഒരു ഏകോശ ജീവിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് സയൻസ് അസന്നിഗ്ധമായി കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. തിരുസഭ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പോകുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസത്തെ അത് ലംഘിക്കുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസം ഏത് വിധത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതല്ല, ദൈവമാണ് സൃഷ്ടിച്ചത് എന്നും ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും ദൈവം ഉദ്ദേശിച്ച് തന്നെയാണ് സൃഷ്ടിച്ചതെന്നും. പ്രിയമുള്ളവരെ, പോളിജെനിസം എന്ന പൊസിഷൻ ഹോൾഡ് ചെയ്താൽ സഭയുടെ സത്യവിശ്വാസത്തെ ലംഘിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയാം. 100% ലംഘിക്കുന്നുണ്ട്. സഭയുടെ ഫണ്ടമെൻ്റൽ ഡോഗ്മയായ ആദം എന്ന ഇൻഡിവിജ്വൽ വ്യക്തിയിൽ നിന്നാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി തീർന്നത് എന്ന ഒറിജിനൽ സിൻ എന്ന കത്തോലിക്ക സഭയുടെ ഡോഗ്മയെ 100% വയലേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചിങ്ങാണ് ഇത്. കത്തോലിക്ക സഭയുടെ ഡോഗ്മയെ പോലും തിരുത്തി എഴുതാൻ അധികാരമുള്ള വ്യക്തിയാണ് ഈ അരുൺ കളമറ്റത്തിൽ അച്ഛനെങ്കിൽ ഓക്കെ. തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ഏകോശ ജീവിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് വളർത്തിയതാണെങ്കിലും ഒരു മനുഷ്യവംശത്തിലേക്ക് വളർത്തിയതാണെങ്കിലും അങ്ങനെ വികസിപ്പിച്ചത് ദൈവമാണ് എന്നും അതുകൊണ്ട് അത് അവരിൽ നിലനിൽക്കുന്ന ജീവൻ ദൈവത്തിൻ്റെതാണെന്നും അതിൽ ആത്മാവിനെ ഇൻഫ്യൂസ് ചെയ്തത് ദൈവമാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ നിഷേധിക്കാത്തിടത്തോളം കാലം സൃഷ്ടി നടത്തിയത് എങ്ങനെയെന്ന്, അതായത് ഈ മണ്ണ് കൊഴിച്ചു എന്ന് പറയുന്നത് ഒരു മണ്ണുകുഴയ്ക്കൽ പ്രക്രിയ നടത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പൊടിയും എടുത്ത് കൂട്ടിച്ചേർക്കുന്നത് പോലെ ഒരു ഏകോശ ജീവിയിൽ നിന്ന് അല്പാൽപമായി ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും നമുക്കതിനകത്തൊരു പരാതി ഉണ്ടാകേണ്ട, ഒരു തിയോളജിക്കലായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കേണ്ട ഒരു സാധ്യതയും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആണെങ്കിലും പ്ലൂരിജനീസിസ് ആണെങ്കിലും അത് വിശ്വാസത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനൊരു തടസ്സവും വരുത്തില്ല. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് തിന്മ അതിമനോഹരമായി പ്രവർത്തിക്കുന്നത്? ഞാൻ മനോഹരം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അത്രമാത്രം ഷുഗർ കോട്ട് ചെയ്ത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അതിവിദഗ്ധമായി തിന്മയുടെ ആശയം സഭയ്ക്കുള്ളിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറ്റുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും മനോഹരമായ ഒരു തെളിവാണിത്. കാരണം കത്തോലിക്ക സഭയുടെ ടീച്ചിങ് അനുസരിച്ച് തിയസ്റ്റിക് എവല്യൂഷൻ എന്ന പൊസിഷൻ, ലിവിങ് മാറ്റർ, ദൈവം ഏകകോശ രൂപയിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു ലിവിങ് മാറ്ററാണ് മനുഷ്യ ബോഡിയെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അത് പ്രശസ്തരായ അനേകം ദൈവശാസ്ത്രജ്ഞന്മാരും ജോൺ മോൻ രണ്ടാമൻ മാർപ്പാപ്പ പോലും ഹോൾഡ് ചെയ്തൊരു പൊസിഷനാണ്. എന്നാൽ പോളിജെനിസം അനേകം മനുഷ്യരുടെ പ്രതിനിധിയായിട്ട് ബൈബിൾ സിംബോളിക്കായിട്ടാണ് ആദത്തെ അവതരിപ്പിച്ചെന്ന് പറയുന്നത് 100% കത്തോലിക്ക വിരുദ്ധമായ ആശയമാണ്. ഇത് അങ്ങനെ ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഈ 14 മിനിറ്റ് വീഡിയോയിൽ പലതവണ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തിയസ്റ്റിക് എവല്യൂഷൻ എന്ന പൊസിഷൻ എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തിയസ്റ്റിക് എവല്യൂഷൻ എന്ന പ്രശ്നമല്ല, മനുഷ്യൻ പരിണമിച്ച് ഏകകോശ ജീവിയിൽ നിന്നും ആദം എന്ന ഇൻഡിവിജ്വൽ വ്യക്തിയിൽ എത്തിയതാണ് എന്ന്, അല്ലെങ്കിൽ ആദത്തെ നിർമ്മിക്കാൻ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കി അല്ലെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് പരിണാമ സിദ്ധാന്തത്തിലൂടെ പരിണമിച്ചു വന്ന ഒരു മനുഷ്യക്കുരമിൽ ഒരു മനുഷ്യനിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് ആ മനുഷ്യക്കുരങ്ങു കുഞ്ഞിനെ പൂർണ്ണ മനുഷ്യനായ ആദമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഞാൻ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. എന്നാൽ അനേകം മനുഷ്യർ മനുഷ്യനായി പരിണമിച്ചു, മനുഷ്യക്കുരങ്ങുകൾ മനുഷ്യനായി പരിണമിച്ചുവെന്നും അതാണ് ആ പൊസിഷൻ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഫണ്ടമെൻ്റൽ ഡോഗ്മയെ വയലേറ്റ് ചെയ്യുന്നു. ഒന്നാമത്. 2, കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ അപ്രമാദിത്വ അധികാരത്തെ വയലേറ്റ് ചെയ്യുന്നു. മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് ടീച്ചിങ്ങിനെ വയലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഗൗരവമേറിയ പല തെറ്റുകളാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ കാപട്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായിട്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ ബൈബിളും സഭയുടെ ടോക്കിങ്ങും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് എന്നാൽ വ്യക്തമായ ഡോഗ്മാറ്റിക് എറർ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് വിശ്വാസികൾക്ക് ഈ പൊസിഷൻ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ചെയ്യുന്നത്. പകരം
അങ്ങനെ വരുന്ന ഒരു സമയത്ത് ആദം അഥവാ അല്ലെങ്കിൽ ഹവ്വ എന്ന് പറയുന്നവർ ആദ്യത്തെ മനുഷ്യരോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഇനി മാർപ്പാപ്പ ഉമേനി ആദ്യത്തെ മനുഷ്യനോ പറ്റത്തില്ല. ആദ്യത്തെ മനുഷ്യൻ എന്ന് തന്നെ ആദ്യത്തെ എടുക്കണം, ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ന് തന്നെ എടുക്കണം. സഭ അത് അസന്നിഗ്ധമായി നിങ്ങൾ ഈ കാണുന്ന ചാക്രിക ലേഖനത്തിൽ നമ്മളെ നിർദ്ദേശിക്കും. ഇത് മാത്രമല്ല, വേറെ ഒത്തിരി ഉണ്ട്. സഭാപിതാക്കന്മാരും ഒക്കെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ജനേസിസിനകത്ത് അങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ദൈവത്തിൻ്റെ സൃഷ്ടിയെയും മനുഷ്യവംശത്തിൻ്റെ ഒറിജിനെയും സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന തരത്തിലുള്ള എന്താ പറയുക, ടു സയൻറ്റിസിസ്റ്റിക് ആയിട്ടുള്ള അവതരണങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ആദം എന്ന വ്യക്തിയും ഹവ്വ എന്ന വ്യക്തിയും പ്രസക്തിയുള്ളവർ തന്നെയാണ്. അങ്ങനെ ഒരാളും ഒന്നുമില്ലായിരുന്നു, അത് ചുമ്മാ ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരാണ് എന്ന മട്ടിൽ അതിനെ കാണേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആണോ ഇതിനകത്തുള്ള കാപട്യം? നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. എപ്പോൾ ഹ്യൂമൻ ജെനിസിസ് എന്ന ആ ചാക്രിക ലേഖനം എഴുതുന്ന കാലഘട്ടങ്ങളിൽ ടു സയൻറ്റിഫിസ്റ്റ് ആയിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെ തള്ളുന്ന, മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ റൂളിനെ തള്ളുന്ന ഒരു പ്രവണത വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് എന്നും മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചതെന്നും പറയാൻ വേണ്ടി മാത്രം കത്തോലിക്ക സഭ എഴുതിയതാണെന്നും, ഇപ്പോൾ ആ സാഹചര്യം ഉള്ളപ്പോൾ എഴുതിയതാണെന്നും, ഇപ്പോൾ അത് ഈ ചാക്രിക ലേഖനം പ്രസക്തമല്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ 2000 വർഷത്തെ അപ്പോസ്തോലിക ടീച്ചിങ്ങുകളൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ ഉള്ളത് ഇപ്പം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയോട്ടുള്ളതൊക്കെ പ്രസക്തമുള്ളൂ എന്നൊക്കെയാണോ പറയുന്നത്? ഇത് അഗസ്റ്റിൻ പാംപ്ലാനിയുടെ ഒരു നിലപാടാണെന്ന് ചില ആളുകൾ എന്നോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും കത്തോലിക്ക സഭയുടെ എന്തെങ്കിലും ഡോക്കം പറഞ്ഞാൽ അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തിരുത്തി, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ അതിന് മുമ്പായിരുന്നു എന്ന് പറയും. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പം അച്ഛൻ എത്ര അപകടകാരിയാണ്, അറിഞ്ഞോ അറിയാതെയോ, താങ്കൾ ബോധപൂർവം ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക, തിരുത്തുക. അതുകൊണ്ട് ഫ്യൂച്ചർ തിയോളജിക്കൽ സ്റ്റഡീസിനകത്തും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധ്യതകളിലുമൊക്കെ അങ്ങനെ ആലോചിക്കുന്നതോ പറയുന്നതോ ഒരു എന്താ പറയുക, ഒരു ഡോക്ട്രൈനൽ വയലേഷനോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വിശ്വാസ വിരുദ്ധമോ എന്നൊന്നും സഭ ഒരിക്കലും മനസ്സിലാക്കില്ല. അപ്പം ഓക്കെ, എനിക്കേതായാലും അച്ഛൻ്റെ അത്ര അതോറിറ്റി ഇല്ല. എന്ത് സഭയുടെ കാര്യം പറയാൻ, സഭ ഒരിക്കലും മനസ്സിലാക്കുകയില്ല എന്ന് പറയാനുള്ള അതോറിറ്റി ഈ വൈദികന് തന്നെയാണ്. എന്നാൽ സഭയുടെ സുപ്രീം അതോറിറ്റിയായ തെറ്റാവരമുള്ള ഒരു ഡോക്യുമെൻറ്റിലൂടെ 12-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞതിനെതിരാണ് ഈ വൈദികൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വൈദികൻ പറഞ്ഞെടുക്കണമോ? പ്രിയപ്പെട്ട കത്തോലിക്ക വിശ്വാസികളെ, ഈ വൈദികൻ പറഞ്ഞെടുക്കണമോ? കത്തോലിക്ക സഭ ഒഫീഷ്യലായി ടീച്ച് ചെയ്യുന്ന ഈ കാര്യം നിങ്ങൾ എടുക്കണമോ? ഈ ടീച്ചിങ് അപ്പോഴത്തേക്ക് മാത്രമുള്ളതാണെന്നും കാലാകാലങ്ങളിൽ പ്രസക്തമല്ലാമെന്നും പറയുന്ന ഈ വൈദികൻ പറയുന്ന തികച്ചും തെറ്റായ ആ ആർഗ്യുമെൻറ്റ് നിങ്ങൾ എടുക്കണമോ? കത്തോലിക്ക സഭയുടെ തെറ്റാവരമുള്ള ഓരോ ഡോക്യുമെൻറ്റുകളും എല്ലാ കാലത്തും പ്രസക്തിയുള്ളതാണ്. പക്ഷേ അത് ബൈബിൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഇപ്പോൾ പ്രസക്തമല്ല എന്നാണ് ഈ അച്ഛൻ അസന്നിഗ്ധമായി പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കത്തോലിക്ക വൈദികനും ബിഷപ്പുമാരും പറയേണ്ടത് ഇപ്പോഴും ഈ ഡോക്യുമെൻ്റ്, ഈ 37-ാം ഖണ്ഡിക പ്രസക്തമാണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുകയാണ് ഇത് പ്രസക്തമല്ല എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, ഞാൻ ഈ വീഡിയോ പിൻവലിക്കാം. ഈ അച്ഛനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പൊതുവായ മാപ്പും ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്കാണല്ലോ അതോറിറ്റി. എൻ്റെ രൂപതയുടെ ബിഷപ്പായ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായി ഈ നിമിഷം വരെ ഉള്ള, നാളെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ പോക്ക് അങ്ങനെയാണല്ലോ, അഗസ്റ്റിൻ പാംപ്ലാനി പിതാവ് പറഞ്ഞാൽ മതി. ഈ അച്ഛൻ പറഞ്ഞാണ് ശരിയായ കാഴ്ചപ്പാട്. ഈ എക്ലൈസിയൽ ലെറ്ററായ ഹുമാനി ജനറിസ് എന്ന് പറയുന്ന ഈ മാർപ്പാപ്പ 35-ലും 36-ലും 30 ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഈ 37 വളരെ വ്യക്തമായി പറഞ്ഞ ഈ പൊസിഷൻ അന്ന് മാത്രമാണ് പ്രസക്തി, ഇന്ന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കാണ് അതോറിറ്റി. ടിസൺ എന്ന വ്യക്തിക്ക് ഒരു പ്രസക്തിയേ ഇല്ല. നിങ്ങളെയാണ് ദൈവം, മെജിസ്റ്റീരിയത്തിൻ്റെ പാർട്ടാണ് നിങ്ങൾ. അതായത് അച്ഛൻ പറഞ്ഞു ആൾക്കാർക്ക് നമ്മുടെ പാനൽ അതുകൊണ്ടാണ്. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹ്യൂമാനി ജെനറിസിലെ പയോ 12-ാമൻ മാർപ്പാപ്പ
ജെനിസം എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അപ്പാടെ അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഡെഫിനറ്റ്ലി എന്നേക്കായിട്ട് റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് തന്നെയല്ലേ അച്ചോ? അങ്ങനെയാണ് മനസ്സിലാക്കാവുന്നത്. കാരണം എന്നു പറഞ്ഞാൽ സയൻസ് എന്നേക്കുമായി റൂൾ ഔട്ട് ചെയ്യുന്നില്ല. ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഭാവിയിൽ വേണമെങ്കിൽ പോളിജെനിസം സ്വീകരിക്കാം എന്നാണ് ഈ വൈദികൻ മനസ്സിലാക്കുന്നത്. അന്ന് പറ്റത്തില്ലായിരുന്നു, പിന്നെ സ്വീകരിക്കാം. എന്നിട്ട് പുള്ളി പറയുന്നത് സയൻസിൻ്റെ ഗവേഷണങ്ങളെ കത്തോലിക്ക സഭ തള്ളുന്നില്ല. അത് ഞങ്ങൾക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട. ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പോളിജെനിസം എന്ന പൊസിഷൻ ഇന്നത്തെ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ പറ്റുമോ? ഈ ഹ്യൂമാനി ജെനിസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അസന്നിഗ്ധമായി പറ്റില്ല എന്ന് പറയുന്ന ഈ മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ അത് അന്നത്തേക്ക് മാത്രമാണ്, ഇന്ന് പ്രസക്തമല്ല എന്നും പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട അച്ഛ, മറുപടി പറയുക. സയൻസിന്റെ പുരോഗതിയും സഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. മാർപ്പാപ്പ ഒരു സയൻസിന്റെ മേൽ കത്തിവെക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു പേപ്പൽ മജിസ്ട്രേറ്റിന് കൊടുക്കത്തുമില്ല. ഇവിടെ മാർപ്പാപ്പ സയൻസിൻ്റെ മേലെ കത്തിയൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, എനിവേ ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ആ 1 മണിക്കൂർ നേരത്തെ 1.5 മണിക്കൂർ നേരത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പ് കാണാൻ പറ്റും. അപ്പോൾ കൂട്ടത്തോടെ റിപ്പോർട്ട് അടിക്കാനൊക്കെ ഈ ദൈവത്തിൻ്റെ ശത്രുക്കളായ വ്യാജ കത്തോലിക്കർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൗണ്ട് മാത്രമുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. റിപ്പോർട്ട് അടിച്ച് എന്തെങ്കിലും എനിക്കറിയില്ല, ഇതിൻ്റെ ലീഗൽ വശങ്ങൾ 100% എനിക്കറിയില്ല. ക്ലബ് ഹൗസിൻ്റെ വീഡിയോ നമ്മൾ മറ്റൊരു ക്ലബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താലുള്ള ലീഗൽ വശം എനിക്കറിയില്ല. ഇനി അത് ഓഡിയോ ആണ്, കാരണം ക്ലബ് ഹൗസിൽ വീഡിയോ വളരെ കുറവാണ്. അപ്പോൾ സൗണ്ട് മാത്രമായിട്ട് വരും. എനിവേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട അച്ഛ, ഫാദർ അരുൺ കളമറ്റത്തിൽ അച്ഛൻ, താങ്കളുടെ മെയിലിൽ പാലക്കാട് രൂപതയുടെ ഡയറക്ടറിൽ കൊടുക്കുന്ന മെയിലിൽ ഈ യൂട്യൂബ് വീഡിയോ ഞാൻ അയച്ചു തരുന്നതാണ്. താങ്കൾ ഇത് ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവം ഒത്തിരി കഴിവുകളും ഇൻ്റലക്ച്വലായ അറിവും പാണ്ഡിത്യവും പ്രതിമയുമാക്കുന്ന അരുൺ കളമറ്റത്തിൽ അച്ഛൻ യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച ഒരു തീഷ്ണതയുള്ള ഒരു വിശുദ്ധനായ മഹാവിശുദ്ധനായ ഒരു വൈദികനായി മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു അച്ഛാ. അല്ല, സീജാൻ മോഡറേറ്റ് ചെയ്തില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ബിനോയ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ എടുത്തോളാം. ഞാനത് സീജാനെ ഒന്ന് ഏൽപ്പിച്ചതായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ തൽക്കാലം ഞാൻ ഒരു മാട്ടുകുട്ടിയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പാനൽ ഒന്ന് പിന്നെ ഹാൻഡ് റൈസിംഗ് ഒന്ന് ഓഫ് ചെയ്യാണ്. നമ്മള് കുറച്ച് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ എടുക്കാം. റെഡിയാണെങ്കിൽ ചോദ്യം ചോദിച്ചോളൂ. ഹലോ അച്ഛൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നത്, പക്ഷെ ഭയങ്കര പതറിയാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, തുടർന്നോളൂ. ഓക്കെ അച്ചോ, എനിക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, അച്ഛൻ ഡോഗ്മാറ്റിക് തിയോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് പറയുന്നത് കൊണ്ട് ഇത് ബൈബിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ബിബ്ലിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇവിടെ വളരെയധികം ഉയർന്നു വന്നിട്ടുള്ള ഒരു ഞങ്ങളുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ, കത്തോലിക്കരുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ വിഷയം തന്നെയാണത്. അതായത് മുമ്പൊരിക്കലും ഒരു അച്ഛൻ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന പോളിജെനിസം, അതായത് പല ആദമും അവയിൽ നിന്ന് അല്ലെങ്കിൽ പല പാരൻസിൽ നിന്നാണ് നമ്മുടെ ജനറേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തതെന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മുടെ പല കത്തോലിക്കർക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ അതിനെ ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് നമ്മുടെ ഈ പറയുന്ന പോപ്പ് പയോ 12-ാമൻ്റെ മാർപ്പാപ്പയുടെ ഹ്യൂമാനി ജെനറിസ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ്. അപ്പൊ അതായത് അതിൻ്റെ അകത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കാരണം നോ കാത്തലിക് ക്യാൻ ഹോൾഡ് ദാറ്റ് ആഫ്റ്റർ ആദം there existed on exist earth true men who did not take their origin through natural generation from his as from the first parents of all. അപ്പൊ ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഹ്യൂമാനി ജെനറിസിന്റെ ഈ പർട്ടിക്കുലർ 37th പാരഗ്രാഫ് ആണെന്നോണെ അത് വെച്ചിട്ടാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള സ്കോപ്പ് നമുക്ക് ഇല്ല എന്ന്
ചില കത്തോലിക്കർ വാദിച്ചത്. കാരണം അവർ ട്രഡീഷണലി ഇത് കാത്തലിക് ബിലീഫാണ്. അപ്പോൾ ഈ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ അത് വളരെ വിവാദമുണ്ടായി കത്തോലിക്കരുടെ ഇടയിൽ. പക്ഷെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സഭാപരമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ ആളും അത് വേറെ ഇന്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷൻ്റെ 2004 ഡോക്യുമെന്റ് കമ്മ്യൂണിയൻ ആൻഡ് സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ചിട്ട് ആളൊക്കെ ആൾ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും കത്തോലിക്ക വിരുദ്ധമായിട്ടല്ല ഈ പറയുന്ന പോളിജെനിസം എന്നുള്ള വ്യൂ ഹോൾഡ് ചെയ്യുന്നത്. അത് അങ്ങനെ സഭ അതിനെ സാധ്യത വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരം പഴയ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിലുള്ള എൻസൈക്കിളുകളിലുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇത് ഒരു റെഗുലേഷൻ, അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻ ആയിരുന്നോ, അതായത് എക്കാലത്തേക്ക് നമുക്ക് ഇനി ഒരു ഓപ്ഷനേ ഇല്ല? എന്താണ് അച്ഛ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ പോളിജെനിസവും എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ആശങ്ക ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവം ആദം ഹവ്വ എന്ന രണ്ട് മനുഷ്യരെ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ആണ് സൃഷ്ടിച്ചത്. അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെയാണ് ഭൂവംശം മുഴുവനും വളർന്നു വന്നത് എന്ന് കരുതുന്നതാണ് യൂനിജെനിസം എന്ന് പറയുന്നത്. ഇനി പോളിജെനിസം എന്ന് പറഞ്ഞാൽ ധാരാളം മനുഷ്യർ ഒരുമിച്ചുണ്ടായി, വിവിധ വർഗ്ഗങ്ങളിൽ അങ്ങനെ പല വിധത്തിൽ മനസ്സിലാക്കാറുണ്ട്. ധാരാളം ആളുകൾ ഒരുമിച്ച് ജനിച്ചു, അഥവാ മനുഷ്യവംശമാണ് ജനിച്ചത് എന്ന് കരുതുന്ന ഒരു തിയോളജിക്കൽ ബ്രാഞ്ചും ഇതിനകത്തുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്, വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഈ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് എന്നാണ്. 2 വിവരണങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. അത് രണ്ടും 4 തരത്തിലുള്ള ഉൽപ്പത്തിയുടെ സോഴ്സുകളാണുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ 10-12 പാരഗ്രാഫ് ചാപ്റ്റേഴ്സിനകത്ത് ഒരു 4 സോഴ്സസ് ഉപയോഗിക്കും നമ്മൾ കാണാൻ പറ്റും. ഡ്യൂട്രോണോമിക്കായിട്ട് സോഴ്സ് ഉണ്ട്, പ്രീസ്റ്റലി ഉണ്ട്, ലെവിറ്റിക്കസ് ഉണ്ട്. അങ്ങനെ 3-4 ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ക്രിയേഷൻ നരേറ്റീവ് ഉണ്ട്. ഒന്ന്, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവനെ കൈകൊണ്ട് മെനഞ്ഞ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ടിനകത്തും പറയുന്നത് ദൈവം 2 പേരെ സൃഷ്ടിച്ചു എന്നാണ്. ഒരിടത്ത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് പറയും ദൈവം ആദ്യം ആദത്തെ പൊടിയിൽ നിന്ന് എടുത്തു സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കും. ഇനി ഇത് സഭാപിതാക്കന്മാരൊക്കെ ഈ ആദത്തെ ഹവ്വയെയും ആദത്തിന്റെ സന്തതി എന്ന അർത്ഥത്തിൽ മനുഷ്യരെ വിളിക്കും. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഒന്നാമത്തെ ആദം, രണ്ടാമത്തെ ആദം എന്ന പരാമർശങ്ങൾ കാണും. ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ മറ്റൊരു മനുഷ്യൻ മൂലം എന്ന് പറയുന്നത് പോലെ ഒരു സിംഗിൾ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ആദത്തെക്കുറിച്ച് പറയും. ഇനി ഇതിനകത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയേണ്ടത് എന്നാണ്. ഈ ഹ്യൂമാനി ജനറലിസത്തിനകത്തൊക്കെ മാർപ്പാപ്പ പറയുന്ന വിഷയങ്ങൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ആദ്യത്തെ ചാപ്റ്ററുകൾ, ആദ്യത്തെ 12 ചാപ്റ്ററുകൾ, അബ്രാഹത്തിൻ്റെ വെളി വരെയുള്ള ഭാഗം മുഴുവനും അത് ഹിസ്റ്റോറിക്കൽ നരേറ്റീവും അല്ല, സയൻറ്റിഫിക് നരേറ്റീവും അല്ല. പകരം അതിനെ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്നാണ്. ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ചരിത്രാത്മക യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവയെ അല്പമൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെ അവയെ അവലംബമാക്കിക്കൊണ്ടോ ദൈവശാസ്ത്രം അവതരിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അവിടെ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ ഭാഗങ്ങളുണ്ടാകാം, അംശങ്ങളുണ്ടാകാം, അതിൻ്റെ ഉപയോഗം നടന്നിട്ടുണ്ട്. എന്നാൽ ആ ചരിത്രം പറയുക എന്നുള്ളത് ആ നരേഷന്റെ ഉദ്ദേശവുമല്ല. പകരം അവയെ അവലംബിച്ചുകൊണ്ട് ഒരു തിയോളജിക്കൽ രഹസ്യം, ഒരു ദൈവിക രഹസ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളൂടെ കാണും ഈ മൊത്തം ആദ്യത്തെ ഉൽപ്പത്തിയുടെ ഭാഗത്ത്. ഇനി ഇതിനകത്ത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളുടെ കാര്യം എടുക്കാം. അവിടെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരാമുഖമാണ്. ഈ 12 അധ്യായങ്ങളും വിശുദ്ധ ആമുഖമാണ്. ഇനി ദൈവത്തിന്റെ മനുഷ്യനെയും പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സൃഷ്ടി ചരിത്രത്തിന്റെ ഒരു ആമുഖമാണ്. അഥവാ മനുഷ്യൻ അബ്രഹാം
ദൈവം വിളിച്ചു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അബ്രഹാം എവിടെ നിന്ന് വന്നു, ആരാണ് ഈ വിളിച്ചയാൾ എന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അതിന് തുടക്കത്തിൽ ഒരു ആമുഖം പോലെ ഒരു പ്രതീകാത്മക വിവരണം കൊടുക്കുന്നതാണ്. മനുഷ്യവംശത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു പ്രതീകാത്മക വിവരണം. അവിടുത്തെ ഫോക്കസ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ക്യാരക്ടറാണ്, നേച്ചറാണ് അവിടുത്തെ ഫോക്കസ്, സൃഷ്ടിച്ച വിധമല്ല. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ്, പൊടി കൊണ്ടാണോ കളിമണ്ണ് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചാണോ സെല്ലുകൾ വാരിക്കൂട്ടിയിട്ടാണോ എന്നത് അവിടുത്തെ ചർച്ചാ വിഷയമേ അല്ല. എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയം അല്ലാതാകുന്നത്? പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ടല്ല, അത് കണ്ടുപിടിക്കാൻ ദൈവം അഥവാ അത് സൃഷ്ടിച്ച വിധം ദൈവം എഴുതിയിരിക്കുന്ന ഇടമുണ്ട്. ആ ഇടമാണ് ഒരാളുടെ ബ്രെയിൻ. അതാണ് ഒരാളുടെ ബ്രെയിൻ. അത് വെച്ചാൽ മനുഷ്യവംശത്തിന് നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവൻ അന്വേഷിക്കാനും അവന് കണ്ടെത്താനും അവൻ ഉൾപ്പെടുന്ന മനുഷ്യവംശത്തെ പരിശീലിപ്പിക്കാനുമുള്ള സാധ്യത ദൈവം ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സയൻസിനെ ദൈവം തള്ളിക്കളയുന്നു എന്നല്ല, സയൻസും സയന്റിഫിക് എൻക്വയറികളും ദൈവം മനുഷ്യന്റെ ബ്രെയിനിന് വിട്ടിരിക്കുന്നു, അഥവാ അവന്റെ പഠനത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് ഈ ആദ്യ ഭാഗം എഴുതിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥവും സയൻസും തമ്മിലുള്ള അകലം എന്താണ്? നമുക്ക് മറ്റു ചോദ്യങ്ങൾക്ക് ഇത് ആവശ്യം വരും, അതുകൊണ്ട് ഞാനൊരു വാക്കിനെ കുറിച്ച് പറയുന്നത്. അകലം എന്താണെന്ന് ചോദിച്ചാൽ, സയൻസ് ഹൗ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്തിന് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ലോകങ്ങളാണെന്ന് കരുതേണ്ടതില്ല. അഥവാ ദൈവിക രഹസ്യങ്ങളുടെ പഠനത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് സയൻസും വിശുദ്ധ ഗ്രന്ഥവും എന്ന് പറയുന്നതിനകത്തും വലിയ തെറ്റൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ കിട്ടും. ഉദാഹരണത്തിന്, ലോകത്തിൽ വാച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാന്ന് വിചാരിക്കുക. ആരുടെയും കയ്യിൽ ആരും കണ്ടിട്ടില്ല, വാച്ച് എന്നൊരു സാധനം കണ്ടിട്ടേ ഇല്ല. അപ്പൊ ആ സമയത്ത് വഴിയിൽ കടന്ന് ഇങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു എന്ന് സങ്കല്പിക്കുക, ഒരു വാച്ച് ഒരാളുകൾക്ക് കിട്ടി. അപ്പൊ ഇവർ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പരന്ന സ്ഥലം, അതിനകത്ത് എന്തോ ഒരു സാധനം കടന്ന് കറങ്ങുന്നു, മുകളിൽ ഒരു ചില്ലൊക്കെ ഇരിക്കുന്നു, ഒരു വള്ളിയൊക്കെ ഉണ്ട്, ഇതെന്താണ് സംഭവം എന്ന് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് അതിൻ്റെ കൂടെ രണ്ട് തരത്തിലുള്ള എന്താ പറയുക മാനുവൽ എന്ന് പറയുന്നത്, നമ്മൾ ഫോണൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പേപ്പറുകളൊക്കെ എൻ്റെ കൂടെ കിട്ടില്ലേ, അങ്ങനത്തെ രണ്ട് തരം മാനുവലിന് സാധ്യതയുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഒന്ന്, ഈ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നെഴുതിയ മാനുവൽ. എന്ന് പറഞ്ഞാൽ ഇതിനുപയോഗിച്ച ടെക്നോളജി എന്താണ്, ഇതിൻ്റെ പവർ സോഴ്സ് എന്താണ്, ഇതിൻ്റെ പൽച്ചക്രങ്ങളുടെ വലിപ്പം, എന്ത് തരത്തിൽ ഇത് കറങ്ങുന്നു, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ്, അതിന് സാധ്യതയുണ്ട്. ഇനി മറുവശത്ത് മറ്റൊരു ഡോക്യുമെൻ്റ് തരാവുന്നതാണ്. ആ ഡോക്യുമെൻ്റ് ഇതെന്താണ് എന്ന് പറയുന്നതാണ്. അഥവാ ഈ സാധനം എന്തിനുള്ളതാണ്? സമയം നോക്കാനുള്ളതാണ്. ലോകത്തിൽ സമയം എന്നൊരു കാര്യമുണ്ട്, അത് പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ ഡിവൈഡ് ചെയ്ത് മുറിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഡോക്യുമെൻ്റ് സാധ്യതയുണ്ട്. സത്യത്തിൽ നമുക്കിതിന് ഏതാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ സിമ്പിൾ ഉത്തരം എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് ഇതെന്തിനുള്ളതാണ് എന്നതാണ്. അതറിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയാനോ വലിയ പാടൊന്നുമില്ല. അതൊരാള് അല്ലെ ബുദ്ധിയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നത് തുറന്നു നോക്കിയാൽ മതി, അഴിച്ചു പണിതാൽ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിയാൻ പറ്റും. അപ്പൊ ദൈവം സൃഷ്ടിക്കകത്ത് സൃഷ്ടിയുടെ റൂട്ട് കോസിൽ പോലും മനുഷ്യനെ പങ്കാളിയാക്കി. അതായത് സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യത മനുഷ്യന്റെ ബ്രെയിനിൽ തന്നെ ദൈവം അവിടെ തുറന്നിട്ടു. ഇനി രണ്ടാമത്, എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചത് നിന്നെ എന്നത് അവിടുന്ന് നേരെ പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം മനസ്സിലായില്ലെങ്കിൽ നമ്മളതിനെ ചുമ്മാ സയൻസിന്റെ വിശദീകരണമായിട്ട് കണക്കാക്കാൻ തുടങ്ങും. പകരം ദൈവം എന്തിനാണ് സൃഷ്ടിച്ചതെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കർത്താവ് പ്രതീകാത്മകമായാണ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് കുഴച്ചെടുത്തു. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഹിസ് എ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്. അവൻ ഈ മണ്ണിന്റെയും കൂടെയാണ്. പക്ഷേ വെറുതെ ഈ മണ്ണിൽ കിടന്നതല്ല, ദൈവം അവനെ എടുത്തു, പൊടിയിൽ നിന്നെടുത്തു, അവനെ രൂപപ്പെടുത്തി. അതടുത്തൊരു എലമെന്റ്. ഞാൻ കുറച്ചൊരു ഉദാഹരണം പറയുന്നതോടെ, പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കുറേ മണ്ണ് കിടക്കാം, അല്ലെങ്കിൽ ഒരു കളിമണ്ണിന്റെ കുഴച്ച് ഒരു ബക്കറ്റ് കളിമണ്ണ് ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു മാലാഖയെ ഉണ്ടാക്കാൻ, ഒരു രാജകുമാരിയെ ഉണ്ടാക്കാൻ ഒരു ശില്പി തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ എന്നിട്ട് അതിനെടുത്തിട്ട് അതിനെ ഇങ്ങനെ രൂപപ്പെടുത്തി ഒരു മാലാഖയെ ഉണ്ടാക്കുന്നു. നോക്കുക എന്താണ് അപ്പം ശരിക്കും അപ്പൊ ഈ മാലാഖ എവിടെയായിരുന്നു അതുവരെ? അതാ ശില്പിയുടെ ഹൃദയത്തിലായിരുന്നു. ദൈവം ആ ഇമേജറി ഉപയോഗിച്ചിട്ട് പറയാണ്, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നീ എൻ്റെ ഹൃദയത്തിലായിരുന്നു. സത്യത്തിൽ ഞാൻ നിന്നെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നീ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒരു ശില്പി ശ്രദ്ധാപൂർവം ഓരോ ഭാഗവും നിർമ്മിക്കുന്നത് പോലെ ആണ് സൃഷ്ടിക്കുന്നത്. എന്താണ് ഈ ശില്പി സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം? അതിനെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കൊച്ചു വന്നിട്ട് അയ്യേ ഇതിൻ്റെ കൈ എന്തിനാ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു അതിൻ്റെ കയ്യം ഓടിച്ചു എന്ന് വിചാരിച്ചു. നമ്മളെന്ത് ചെയ്യും? നമ്മളതിനെ തല്ലി ഓടിക്കും. കൊച്ചാണോ വലുത്, ഒരു കഷ്ണം കളിമണ്ണാണോ വലുത് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ സമ്മതിക്കുകയല്ല. കാരണം എന്താണ്? കാരണം അത് ശില്പിയുടെ ആത്മാവിഷ്കാരമാണ്. അഥവാ ശില്പിയുടെ ആത്മാവിലുള്ള ആ യാഥാർത്ഥ്യത്തെ ശില്പി മണ്ണിലോ കല്ലിലോ ആവിഷ്കരിക്കുന്നതാണ് അവൻ്റെ ശില്പം. അതുകൊണ്ട് അവൻ അതിനോടൊരു ആത്മബന്ധമുണ്ട്. അവൻ അതിനെ തന്നെ പോലെയാണ് കരുതുന്നത് എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് സൃഷ്ടി വിവരണത്തിന്റെ ഏക ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ സൃഷ്ടിച്ചത് എങ്ങനെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ മേൽ, അഥവാ ഖുറാനെ കാണുന്ന പോലെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ മേൽ ഒരു ചർച്ചയും നടത്താനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഹവയുണ്ട്, ഒരു ചേട്ടനും ചേച്ചീനും ദൈവം സൃഷ്ടിച്ചു, അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാനെ. ഇനി എന്താണ് ഈ ആദം ഹവ്വ എന്ന് പറഞ്ഞാൽ? ആദമ എന്ന് പറഞ്ഞാൽ പൊടി എന്നേ അർത്ഥമുള്ളൂ. അതൊരു പുരുഷ സംജ്ഞയാണ്. അപ്പൊ ആദമായിൽ നിന്നുള്ളവൻ, മലയാളത്തിൽ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞ പൊടിയിൽ നിന്നുള്ളവൻ എന്നൊക്കെ പറയുന്ന ഒരു പുരുഷ സംജ്ഞയാണ്. അതിന്റെ അർത്ഥം പുരുഷൻ, പൊടിയുമായി ബന്ധമുള്ള പുരുഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഹവ്വ, ഈവ് എന്ന് പറഞ്ഞാലോ? മലയാളം ബൈബിളിൽ അതിന്റെ അർത്ഥം അങ്ങനെ, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സ്ത്രീ എന്ന അർത്ഥമുള്ള ഹവ്വ എന്ന് അവൾ വിളിക്കപ്പെടും. ഹവ്വ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ ലിറ്ററലി നോക്കിയാൽ പോലും ദൈവം ആദിയിൽ പുരുഷനെയും സ്ത്രീയെയും, ആദം എന്ന പൊടിയിൽ നിന്നെടുത്തവനെയും സ്ത്രീ എന്ന സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പുരുഷനെയും സൃഷ്ടിച്ചു, സ്ത്രീയെയും സൃഷ്ടിച്ചു, അങ്ങനെ ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതിനെ സഭാപിതാക്കന്മാരുടെ രചനകളിലും മറ്റിന്ന് വരെയുള്ള രചനകളിലും ഒക്കെ ആദം, ഇപ്പം സഭാപിതാക്കന്മാരിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ലേഖനങ്ങൾക്കകത്ത് ഒക്കെ ആദത്തെ ഒരു വ്യക്തിയായി, ആദ്യ പിതാവായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടർത്ഥത്തിലുമാകാം. ഒന്ന് സിംബോളിക്കായിട്ടാവാം, അല്ലെങ്കിൽ മനുഷ്യ ഉൽപ്പത്തിയിലെ ആരൊക്കെയാണോ അവര് എന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നത് ആരെ എന്നല്ല അവരുദ്ദേശിക്കുന്നത്, പകരം മനുഷ്യ ഉൽപ്പത്തിയിലെ പാപത്തിന്റെ സ്വാധീനം, അവനിൽ പ്രവേശിച്ച അവന് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗത്തിനുള്ള സാധ്യതകൾ, അവന് ആവശ്യമായി വന്ന രക്ഷ തുടങ്ങിയ വിഷയങ്ങളാണ് അവിടുത്തെ ഫോക്കസ് മുഴുവനും. അപ്പം അതുകൊണ്ട് ലിറ്ററലി കൃത്യമായി പറഞ്ഞാൽ, വളരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിന് അതിൽ തന്നെ ഏത് തരത്തിലാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തിൽ മുഴുവനും ചിലരൊക്കെ പറയുന്നത് പോലെ മനുഷ്യവംശം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായിട്ട് ഉയർന്നു വരികയായിരുന്നു, അതോ ദൈവം ആദ്യം രണ്ടുപേരെ നേരിട്ട് സൃഷ്ടിച്ചിട്ട് അവരുടെ സന്തതികളാകാൻ ആണോ ഉദ്ദേശിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യവുമില്ല. ഇനി അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു എന്ന് കരുതുക. ജിജ്ഞാസയുണ്ടാകുന്നു. അതിൻ്റെ സൊല്യൂഷൻ സ്റ്റഡീസാണ്. കൃത്യമായി പറഞ്ഞാൽ ആന്ത്രപ്പോളജിക്കൽ, ബയോളജിക്കൽ സ്റ്റഡീസാണ്. അതിൻ്റെ വേൾഡ് എപ്പോഴും ഓപ്പൺ ആണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം അസന്നിഗ്ധമായി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യതയും വളരെ പരിമിതമാണ്. സാധ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം അതിന് ദൃക്സാക്ഷികളില്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കാണ്. എന്നാലും മനുഷ്യനെ എങ്ങനെയാണ് അവൻ രൂപപ്പെട്ടു വന്നത് എന്ന് സയൻസിന് അസന്നിഗ്ധമായി കണ്ടുപിടിക്കാൻ കഴിയുകയാണെന്ന് കരുതുക. എന്ന് പറയുന്ന ഒരു ഏകോശ ജീവിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് സയൻസ് അസന്നിഗ്ധമായി കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. തിരുസഭ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പോകുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസത്തെ അത് ലംഘിക്കുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസം ഏത് വിധത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതല്ല, ദൈവമാണ് സൃഷ്ടിച്ചത് എന്നും ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും ദൈവം ഉദ്ദേശിച്ച് തന്നെയാണ് സൃഷ്ടിച്ചതെന്നും തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഏകോശ ജീവിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് വളർത്തിയതാണെങ്കിലും ഒരു മനുഷ്യവംശത്തിലേക്ക് വളർത്തിയതാണെങ്കിലും അങ്ങനെ വികസിപ്പിച്ചത് ദൈവമാണ് എന്നും അതുകൊണ്ട് അവരിൽ നിലനിൽക്കുന്ന ജീവൻ ദൈവത്തിൻ്റെതാണെന്നും അതിൽ ആത്മാവിനെ ഇൻഫ്യൂസ് ചെയ്തത് ദൈവമാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ നിഷേധിക്കാത്തിടത്തോളം കാലം സൃഷ്ടി നടത്തിയത് എങ്ങനെയെന്ന്, അതായത് ഈ മണ്ണ് കൊഴിച്ചു എന്ന് പറയുന്നത് ഒരു മണ്ണുകുഴയ്ക്കൽ പ്രക്രിയ നടത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പൊടിയും എടുത്ത് കൂട്ടിച്ചേർക്കുന്നത് പോലെ ഒരു ഏകോശ ജീവിയിൽ നിന്ന് അല്പാൽപമായി ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും നമുക്കതിനകത്തൊരു പരാതി ഉണ്ടാകേണ്ട, ഒരു തിയോളജിക്കലായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കേണ്ട ഒരു സാധ്യതയും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് യൂണിജെനീസിസ് ആണെങ്കിലും പ്ലൂരിജെനീസിസ് ആണെങ്കിലും
അത് വിശ്വാസത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനൊരു തടസ്സവും വരുത്തില്ല. പകരം അങ്ങനെ വരുന്ന ഒരു സമയത്ത് ആദം അഥവാ അല്ലെങ്കിൽ ഹവ്വ എന്ന് പറയുന്നവർ ആദ്യത്തെ മനുഷ്യരോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഇനി മാർപ്പാപ്പ ഉമാനി ജനേസിസിനകത്ത് അങ്ങനെ പറയുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം ദൈവത്തിന്റെ സൃഷ്ടിയെയും മനുഷ്യവംശത്തിന്റെ ഒറിജിനെയും സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന തരത്തിലുള്ള എന്താ പറയുക ടു സയന്റിസിസ്റ്റിക് ആയിട്ടുള്ള അവതരണങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ആദം എന്ന വ്യക്തിയും ഹവ്വ എന്ന വ്യക്തിയും പ്രസക്തിയുള്ളവർ തന്നെയാണ്. അങ്ങനെ ഒരാളും ഒന്നുമില്ലായിരുന്നു, അത് ചുമ്മാ ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരാണ് എന്ന മട്ടിൽ അതിനെ കാണേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ തിയോളജിക്കൽ സ്റ്റഡീസിനകത്തും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധ്യതകളിലുമൊക്കെ അങ്ങനെ ആലോചിക്കുന്നതോ പറയുന്നതോ ഒരു എന്താ പറയുക ഒരു ഡോക്ട്രൈനൽ വയലേഷനോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വിശ്വാസ വിരുദ്ധമോ എന്നൊന്നും സഭ ഒരിക്കലും മനസ്സിലാക്കില്ല. അതായത് അച്ഛൻ പറഞ്ഞു ഞാൻ എല്ലാവരും ബാക്കിയുള്ള മോഡുകളോട് പറയുന്നു, സഹകരിക്കണം. ഞാൻ മനഃപൂർവ്വമാണ് ഹാൻഡ് റൈസ് ഓഫ് ചെയ്യാത്ത, ആർക്കും തോന്നരുത് നമ്മൾ ചോദ്യം കൂടുതൽ ആൾക്കാരിൽ നിന്ന് എടുക്കില്ല എന്ന്. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ടു ക്രൗഡഡ് ആയിപ്പോ നമ്മുടെ പാനൽ, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അച്ഛൻ പരമാവധി ചോദ്യങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ, ജയ തുടർന്നുള്ളൂ. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹ്യൂമാനി ജെനറിസിലെ പയോ 12-ാമൻ മാർപ്പാപ്പ പോളിജെനിസം എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളോ അപ്പാടെ അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഡെഫിനറ്റ്ലി എന്നേക്കായിട്ട് റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് തന്നെയല്ലേ അച്ചോ? അങ്ങനെയാണ് മനസ്സിലാക്കാവുന്നത്. കാരണം എന്നു പറഞ്ഞാൽ സയൻസിനെയും സയൻസിന്റെ പുരോഗതിയും സഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. മാർപ്പാപ്പ ഒരു സയൻസിന്റെ മേൽ കത്തിവെക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു പേപ്പൽ മജിസ്ട്രേറ്റിന് കൊടുക്കത്തുമില്ല. പകരം ദൈവശാസ്ത്രജ്ഞന്മാരും വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാതാക്കളും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻ, അത് പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ മനുഷ്യവംശം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവം സൃഷ്ടിച്ചതാണെന്ന കാര്യം വിട്ടുകളഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിലും ഉയർന്നു വരുന്നതാണ് എന്നതിന്റെ ബേസിൽ ദൈവശാസ്ത്ര പഠനങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതായിരിക്കണം പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പേപ്പൽ ക്യാരക്ടറിൽ ഒരു മജിസ്റ്റേറിയൽ നേച്ചറിനകത്തൊന്നും ഒരിക്കലും സയന്റിഫിക് എൻക്വയറിയെ അബ്സല്യൂട്ടൈസ് ചെയ്ത് നെഗേറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. പകരം അവയ്ക്കകത്തുള്ള ധാർമ്മിക പ്രശ്നങ്ങളെയും ദൈവശാസ്ത്ര വിഷമതകളെയും ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ.